ചായ അടിച്ചാണ് ഞാൻ നീച്ചത്. എല്ലാരും ഇവിടെ ഫോണിങ്ങനെ കാട്ടി കൊടുക്കും. ഞാൻ ഫോൺ കാട്ടി കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പോകലേസം പിടിച്ചെന്ന് പറഞ്ഞു. എന്തെനിക്ക് മനസ്സിലാവില്ല. എല്ലാരും ചായ അടിച്ചാൽ ഫോൺ കാട്ടി കൊടുക്കാം. ഞാൻ ചായ അടിച്ചു. ഞാൻ ഇന്ത്യക്കുള്ള ലീനൻസിലുള്ള ഫോൺ ഉണ്ടായി. ഞാനും കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു കാക്കാക്ക് പോണ ഈ ലേസം കഴിച്ചു ഇവിടെ കയ്യിൽ പോകണമെന്നാണ്. അതെന്താ വെച്ചു മറ്റുള്ളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടല്ലേ ഇങ്ങനെ ഇറങ്ങി പോകണം. പിന്നെ എന്താ ഇഞ്ചായിട്ടൊരു പ്രത്യേകത വെച്ചു നിങ്ങൾക്ക് ലേസം പിടിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ലേസം പിടിച്ചു. അപ്പൊ എല്ലാരും ഫോണും പറ്റൂലല്ലേ? ആ അതറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചു. പിന്നെ അത് ശരി. വരി കേട്ടോ. ചായ അടിച്ചോണോ? അല്ല ഞാൻ പോരാ. ഇവിടെ തന്നെ ഉണ്ട്. ശരി. ആ ശരി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വരി വരി വരി. 15 ലിറ്റർ പാൽ വേറൊരു തഞ്ചക്കടുണ്ട്. തഞ്ചക്കട എന്താ വെച്ചാൽ ഒരു മൊലച്ചൂട് പൊട്ടിയില്ല. മൊലച്ചൂട് പൊട്ടി നേരായതാ. അത് ഉണങ്ങി കൊടുക്കും. അപ്പൊ പതി പാല് കൂടി കൂടിക്കിന്റെ പേര് ഭയങ്കര പാലാണ്. ഭയങ്കര നല്ല പാലാണ്. കാളയാണ് പാളയാണ്. കളറൊക്കെ നന്നു പറഞ്ഞ വലിച്ചല്ലേ 5 ലിറ്റർ രാവിലെ ഉച്ചിട്ട്. എന്നാലും വൈകുന്നേരം കറണ്ട് നാട്ടിലിങ്ങനെ പോയിക്കുട്ടി. ചന്തപ്പൈക്കുട്ടിയല്ല കേട്ടോ. ചന്തപ്പൈക്കുട്ടികളല്ല, നാട്ടിലെ പൈക്കുട്ടിയാണ്. 4 പല്ലേ പറഞ്ഞിട്ടുള്ളൂ. കൊണ്ടേക്കോളി. ഞാനും കേട്ട് പോകുന്നല്ലേ. ചട്ടിപ്പറമ്പ് പോകുന്ന നല്ല പൈക്കുട്ടിയാണേ. ഓക്കെ വിജയ ഇവിടെ എന്നാ മോട്ട പൈക്കുട്ടി. അതിന് കുട്ടിണ്ട്. അല്ല വെളുത്തീനില്ല. അതിനടാ അത് നല്ല വടക്കായിരുന്നു കൊടുത്തു നമ്മളെ മക്രാബിന്റെ. ഇതേ പതിനാല് ലിറ്റർ 14 ലിറ്റർ പജ് പാലാണ് ബാക്ക് വെച്ചു. ഇപ്പൊ പജ് രണ്ടാമത് അതിനാണ് കെട്ടികളെന്നാ രണ്ടാമത് അല്ലേ? രണ്ടാമത് പജ് നല്ല കറവിൽ വന്നത്. പണി കൊണ്ടേക്കാം. ആ മട്ട പൈക്കുട്ടി കഴിച്ച പോലത്തെ എരുമ്പ പോലെ മാറും. ഇത് വെളുത്ത മട്ട പൈക്കുട്ടി. എന്നൊരു കച്ചവടം പറയാം. കണ്ടുപിടിച്ച ഒരു ശേഖരപ്പെടുത്ത് കറന്നിട്ട് കൊണ്ടേക്ക് ഒരു ശേഖരം മടി ആയിമ്പോഴേ കാണും. ഒരു 4 നെട്ടി. ഞാൻ അപ്പൊ അതിന്റെ തോത്തുകൊണ്ടേ കുറച്ച് കഴിഞ്ഞാൽ കറക്കും. ഇയാൾ മറ്റിപ്പം പൈക്കുട്ടി കുട്ടിയുമായി അല്ല. ആ പൈക്കുട്ടി പാലിട്ടില്ലേ? അതിനെ മാറ്റി കണ്ട വെക്കിട്ടു അല്ലേ? നല്ല പൈക്കുട്ടി. അതിനെ കറന്നു കഴിക്കാൻ അത്ര സുഖമുള്ള ഒരു പൈക്കുട്ടിയാണ്. പിന്നെ അതുമല്ല തിന്നാനും കുടിച്ചാനോ അല്ല. നമ്മള് പറഞ്ഞത് കേട്ടു, അതുകൊണ്ട് കഴിച്ചില്ല. അതിലെങ്കിൽ ഏതിൽ പോയി കുടി കഴിക്കുന്നത് ഇതാവില്ല. ഇത് പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഈ പൈക്കളൊക്കെ നാട്ടിലെ പൈക്കൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് തരാം. കുളിച്ചതും കട്ടതും ആരേതൊക്കെ തിന്നും കുടിച്ച് ചെയ്യും. മറ്റേത് കുടിച്ചത് തിന്നോളൊന്നുമില്ല. അതിനെ പോകാൻ ചോദിക്കാൻ പറ്റിയാൽ ആ പൈക്കുട്ടി 10ന്റെ മേലെ പാലുണ്ട്. അതിന് മുലച്ചൂട് കൊട്ടിയത്. ആ പജ് 14.5 ലിറ്റർ പാല് കറന്നു വെച്ചു. മുലച്ചൂട് കൊട്ടി. ഇവിടെ വന്നേക്കതിന് മുലച്ചൂട് കൊട്ടി പറഞ്ഞാൽ തരി വീണപ്പോ പോയി. ഇപ്പൊ പോയി തരി വീണപ്പോ ഒരാഴ്ച പൈക്കുട്ടികളെ നിന്നു. ആ എലിമെന്റ് എടുത്ത് വെച്ചു. വെള്ളം എലിമെന്റ് ഉണ്ടല്ലോ അടുത്ത് വെച്ചു. ഇപ്പൊ ആ തൈരിയൊക്കെ പോയി. ഇപ്പൊ നല്ല പാല് ഇപ്പൊ 10ന്റെ ഒക്കെ മേലെ. ആദ്യത്തെ
14.5 ലിറ്റർ അപ്പൊ എങ്ങനെ ചോദിച്ചാ എനിക്കത് നിർത്തണമെങ്കിൽ ഒരു പജ്യം കാണിച്ചാൽ നിർത്താൻ വെക്കോ കൊണ്ട് നിർത്താൻ വെക്കോ ഇന്നലെ മടക്കായിരുന്നു കൊടുക്കുന്നത് അതാണ് അതിന്റെ കുട്ടി മടക്കായിരുന്നു കൊടുക്കുന്നത് മടക്കാര പറഞ്ഞത് മക്രാമ്പിന്റെ അപ്പുറം ഇപ്പൊ ഈ കൂട്ടം പറഞ്ഞ ചെറുക്കം ഇವಾಗ അമ്മ ആസ്പത്രിയിലാണ് അല്ലെങ്കിൽ ഞാൻ അതിന്റെ തെരുവിലോട്ടോ അത്രക്ക് തേയില കൂട്ടിയാണ് പോയി കറന്നിട്ടായിരുന്നു അത്രക്ക് നല്ല പൈക്കുട്ടിയാ ഒന്ന് കച്ചിച്ച് കാണിച്ചിട്ട കറക്കം കുട്ടി ഞെട്ടിയൊന്നും വേണ്ട ഇത്ര മര്യാദയാണ് ഒറ്റ പാറ ഇട്ടിട്ടോട്ടോ ഒരു പാറ വെറ്റൊക്കെ ഇതുമായി ഒരു പാറ ഈ പൈക്കുട്ടി അത് അയാള് ചോദിച്ചു കൊടുക്കുന്നത് അതിങ്ങനെ നടക്കൂല നടക്കൂലൊക്കെ പരിചയം ചോദിച്ചത് അതിങ്ങനെ ചോദിച്ചാൽ ഇവർ നടക്കൂലത് ഇതിന് നിങ്ങൾക്ക് 33 എണ്ണിലാറാലും പാലിനൊക്കെ അർത്ഥം കൊണ്ട് കൊടുത്ത കിട്ടും 30 ഇത് ചോദിച്ചിട്ട് കാര്യമില്ല ഒരൊറ്റ വൈകുട്ടേക്കാ നിങ്ങൾ എത്താൻ നോക്കി എരുമപ്പാൽ അല്ല നിങ്ങൾ അങ്ങനെ ഇതൊക്കെ എരുമപ്പാലിന് മാറാപ്പെടും അന്നെത്തിച്ചിട്ട് നിങ്ങള് ഇത് കറക്കാതെ വീർപ്പിച്ചു കൊടുത്ത കന്നല്ലേ ഇതിന്ന് സുബൈക്ക് കറന്നിട്ട് ആ പെരയിന്ന് കയറ്റിയെന്നാ നിങ്ങള് ഇതാണോ 4 പല്ലത്തിന് പറഞ്ഞിട്ടുണ്ട് ബൈക്കളെ നോക്കി ചോദിച്ചു ഈ ബഡ്ജറ്റ് 125 കിലോ ഉണ്ടോ നിങ്ങൾ അതിന്റെ കഴിഞ്ഞ് ചോദിച്ചുണ്ടോ നിങ്ങൾ അതിന് ചോദിച്ചോളൂ ഒരു കടിഞ്ഞി പൈക്കുട്ടിയുള്ളത് ഒരു ഫസ്റ്റില് പേരറ്റ പൈക്കുട്ടിയുള്ളോ ഇല്ല ഞാൻ അതിനൊക്കെ 33 തരുന്നെങ്കിൽ ഞാൻ ഒരു പോണോട്ട് 32 33 ഇട്ടുണ്ട് നാട്ടിലെ പൈക്കള് ഇജ്ജത്തി ചന്ത പൈക്കളെ കച്ചവടമില്ല ഇതാ ഈ കാക്കൊക്കെ കഴിഞ്ഞ വെച്ചാൽ ഇയാൾ വന്നപ്പോ ചെറിയ പജ്ജ് കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ഇത്ര പാലിട്ടെന്ന് പറഞ്ഞാൽ പാലായി കിട്ടുന്ന വെച്ചാൽ ഞാൻ എനിക്ക് അല്പത്തരം പറയല്ലേ കിട്ടാത്തോണ്ടാവും ഈ ചോദിച്ചു നോക്കി എന്നമാതിരി പറഞ്ഞത് കേട്ടോണ്ട് നന്നാവും അല്ലാത്തവനും പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചവത്തുമ്പോ പോയി കുടുങ്ങ യാതൊരു സംശയമില്ല കുടുങ്ങും നിങ്ങൾക്കിപ്പോ നേരെ പോലത്തെ 12 വട്ടം വന്നേക്കുള്ളൂ നിങ്ങൾക്കത് നല്ല മോരേതാ മനസ്സിലായി എന്താട്ടാ എടാ അത് കൊണ്ടേക്കടാ കിടക്ക ധൈര്യപ്പെട്ടുകൊണ്ടേക്കോ അതിനെന്നല്ലേ ഇടക്കെ കാലിന് ഈ പച്ചിനെ കൊടുത്ത ആളെ വണ്ടിയുടെ കാണിച്ചു തരാം കാലിനാണ് ഈ പച്ചി ഞാൻ ഭാഗ്യപ്പെടുന്നത് ഇവിടെ വെച്ചിട്ട് വൈകുന്നേരത്തെ കാലിന് ആ ബാക്കിലൊക്കെ ഒരു ബാക്കിന് വ്യത്യാസം ഉണ്ടാവില്ല അതൊക്കെ എത്ര പൈക്കുട്ടിയാണ് ഞമ്മക്കൊരു 12 പേർ കാലവും ഉണ്ട് അതുകൊണ്ടേക്കോ ഈ എരുമപ്പാൽ ആർക്കാണ് കൊടുത്തളാ എരുമന്റെ പാലാറ് കൊടുത്തളാ അതാണ് അതിനുള്ള പവർ ഒരു ചെളിയിൽ കൊണ്ടുപോകണ എന്നത് എത്ര മാസമായതാ പൈക്കുട്ടി തന്നെ ഇന്നലെ 7 പിടിച്ചു വാങ്ങിയതാ ചെറുക്കോന്റെ അമ്മാനത്തെ കോഴിക്കോട് ഇറങ്ങാണ്ടായിരുന്നു തൊള്ളി വില പറഞ്ഞുകൊണ്ടിരുന്നു 3 വട്ടം ഇതിൽ പോയിരുന്നു അപ്പം ഇന്നലെ ഇവിടെ വന്നിക്കാണ് അങ്ങനെ വർത്തനം പറഞ്ഞ് പോയി എന്നിട്ട് ഈ ചോന്തര വണ്ടിക്കാരനെ കൊടുന്നത് ഇവിടെ കെട്ടമറങ്ങാണ്ട് പോയത് ആ വണ്ടിക്കാരൻ ഓടി വെച്ചാൽ എത്ര മണിക്ക് തന്നെ കൊടുന്നു തുറണ്ടോ പോയിട്ട് അല്ല അത് പിടിച്ചൊക്കെ അറിയല്ലോ കറക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല അപ്പൊ അത് കറന്നിട്ടില്ല കാരണം അതൊക്കെ വേറെ ഇത് പറയുന്നില്ല അല്ല പൈക്കുട്ട തിരിച്ചു കൊണ്ടേക്കോ അവനെ മൂപ്പർക്ക് ഇപ്പൊ 2 ഉണ്ടല്ലോ അവിടെ ഇത് ഈ പൈക്കുട്ടിച്ചു കൊണ്ടേക്കോ ഞാൻ കൊണ്ടേക്കോന്ന് പറഞ്ഞത് കൊണ്ടുപോകണേ നിങ്ങൾക്ക് അന്ന് വെച്ചേക്കൂല കൊണ്ടേക്കോന്ന് പറഞ്ഞത് പക്ഷെ ഏതെങ്കിലും പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഒക്കെ കൊണ്ടേക്കോ പറയാൻ പറ്റൂലല്ലോ അന്ന് ഞാൻ ഇയാൾ അങ്ങനെ അങ്ങോട്ട് വണ്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വന്നോളൂ പക്ഷെ അതിനെ കറന്നു വിട്ടോ ഒരു ക്ലാസ് ഇട്ടോളൂല അല്ലേ അല്ലേ അതിപ്പോഴും പറഞ്ഞു അല്ലേ നിങ്ങൾ വണ്ടി കയറ്റിയപ്പോൾ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു ആയിക്കോട്ടെ തിന്നാൻ കൊടുത്താലേ എന്താ കാക്കങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ കൂടെ പറഞ്ഞാൽ എത്രക്ക് വാങ്ങിക്കോട്ടെ 8 ലിറ്ററിന്റെ മേലെ അതിനെ കറക്കുള്ളൂ ഈ പൈക്കുട്ടി 8 ലിറ്ററിന്റെ മേലെ കറക്കുണ്ട് നിങ്ങൾ അതിന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ അതിനെ പള്ളിയും തൊള്ളിന്ന് അറിയിട്ടോ ഇവിടെ വാ